എല്ലാവർക്കും നന്ദി. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ഈ യുദ്ധത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ലോകത്തിൻ്റെ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. അതിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ചൈനീസ് സർക്കാർ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. ഒന്നാമതായി, ചൈനീസ് സർക്കാർ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഒന്നാമതായി പറയട്ടെ, ചൈനീസ് സർക്കാർ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഈ യുദ്ധത്തെ ചൈന വളരെയധികം അപലപിക്കുന്നു. ഇത് ഇറാനെതിരെയുള്ള അധിനിവേശ യുദ്ധമാണെന്നും ഇറാൻ്റെ പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും ലംഘിക്കപ്പെട്ടതായും ചൈന വിശ്വസിക്കുന്നു. മറുവശത്ത് സംഘർഷം ലഘൂകരിക്കാനും യുദ്ധം പടരുന്നത് തടയാനും ചൈന എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്ക് പോലുള്ള പ്രധാന ഊർജ ഗതാഗത പാതകളെ ഇത് ബാധിക്കുമ്പോൾ. വ്യക്തിപരമായി പറഞ്ഞാൽ, ഇറാൻ എന്തിനാണ് ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വയം പ്രതിരോധത്തിന് ഇറാന് എല്ലാ അവകാശവുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത് ചൈനയുൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളെയും ആഗോളതലത്തിൽ ബാധിക്കും. കാരണം ഗൾഫിൽ നിന്നുള്ള എണ്ണയും വാതകവും ചൈനയുടെ വലിയ വിപണിയിലേക്ക് എത്തുന്നതിനെ ഇത് തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ചൈന വളരെ ധർമ്മസങ്കടത്തിലായ ഒരു അവസ്ഥയിലായിരുന്നു. ഒരു വശത്ത് അമേരിക്കയോടും ഇസ്രായേലിനോടും അധിനിവേശം നിർത്താൻ ആവശ്യപ്പെടുന്നു, മറുവശത്ത് എല്ലാവരോടും സമാധാനത്തിന് ആഹ്വാനവും ചെയ്യുന്നു. ചൈന ഒരു പ്രത്യേക സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഹോർമുസ് കടലിടുക്കിലെ തടസ്സം മാറ്റണോ വേണ്ടയോ എന്ന വളരെ ഇടുങ്ങിയ ഒരു ചോദ്യത്തിന്മേൽ ചൈന വീറ്റോ അധികാരം ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയേനെ. ചൈന വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അതുകൊണ്ട് ഇറാന്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ ചൈന അംഗീകരിക്കുന്നില്ല എന്നർത്ഥമില്ല. അമേരിക്കയെയും ഇസ്രായേലിനെയും അവരുടെ സഖ്യകക്ഷികളെയും മാത്രമാണ് തങ്ങൾ തടയുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സാഹചര്യം മെച്ചപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ കക്ഷികളും തൃപ്തരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഈ ഭീഷണി പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ഒരേ ഒരു വഴി ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ്. അമേരിക്കയും ഇസ്രായേലും ഇനി ഒരിക്കലും ഇറാനെതിരെ യുദ്ധത്തിന് മുതിരില്ല എന്ന് ഉറപ്പുവരുത്തണം. കുറച്ച് സമയമെടുത്തേക്കാം, ഒരുപക്ഷെ സാഹചര്യം ഇനിയും വഷളായേക്കാം. എങ്കിലും വിവേകം തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ചൈന ശരിയായ കാര്യമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആദ്യ ദിവസം മുതൽ ചൈന ഈ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ചൈനയുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ലോകരാജ്യങ്ങളോട് ഞങ്ങൾ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് ഇറാനെതിരെയുള്ള യുദ്ധം ഒരു അധിനിവേശം തന്നെയാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇതിന് ഒരവകാശവുമില്ല. ഉടൻ ഇത് നിർത്തണം എന്നാണ് ചൈനയുടെ പക്ഷം. ഇത് ഇറാനിലെ ജനങ്ങൾക്ക് ചൈന നൽകുന്ന ശക്തമായ പിന്തുണയാണ്. ചൈന വെറുതെ മാറി നിൽക്കുകയല്ല, ഈ യുദ്ധത്തെ ശക്തമായി അപലപിക്കുകയാണ്. രണ്ടാമതായി, ചൈനയ്ക്ക് ഇറാനും അമേരിക്കയ്ക്കുമിടയിൽ ഒരു മധ്യസ്ഥൻ്റെ റോളിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ സെപ്റ്റംബർ 28 അമേരിക്ക ചെയ്തത് ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെ ഇറാന്റെ ഉന്നത നേതാക്കളെ വധിക്കുക എന്നതായിരുന്നു. ഇത് വിശ്വാസ്യത പൂർണ്ണമായും തകർത്തു കളഞ്ഞു. ഇറാൻ ഇനി എങ്ങനെ അമേരിക്കയെ വിശ്വസിക്കും? സമാധാന ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കാൻ അമേരിക്ക ആദ്യം തങ്ങളുടെ വിശ്വാസ്യത തെളിയിക്കണം. സമാധാനം പുനഃസ്ഥാപിക്കാൻ ചൈന എന്തിനും തയ്യാറാണ്. അമേരിക്കൻ ജനത ഇറാന്റെ ശത്രുക്കളാണെന്ന് ഞാൻ കരുതുന്നില്ല. യുദ്ധം കൊണ്ട് സമാധാനം ഉണ്ടാവില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് മനസ്സിലാക്കണം. ഈ യുദ്ധം തുടരുന്നത് 3 വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകും. 1, ഊർജ പ്രതിസന്ധി. 2, ആഗോള സാമ്പത്തിക പ്രതിസന്ധി. 3, മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ച. ഇതെല്ലാം ഒഴിവാക്കാൻ യുദ്ധം ഉടനെ തന്നെ നിർത്തിയേ തീരൂ. ഒരു ആന കുഴിയിൽ വീണാൽ നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമതായി, ആ ആനയെ കുഴിയിൽ നിന്ന് പുറത്തെടുക്കണം. രണ്ടാമതായി, അത് എങ്ങനെ കുഴിയിൽ വീണു എന്ന് കണ്ടെത്തണം. മൂന്നാമതായി, ഇനി മറ്റൊരു ആനയും കുഴിയിൽ വീഴാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം. നമ്മളിപ്പോൾ 1ാമത്തെ ഘട്ടത്തിലാണ്. യുദ്ധം എന്ന ആനയെ കുഴിയിൽ നിന്ന് പുറത്തെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ മുൻഗണന. ഇതിൻ്റെ ക്രമം തെറ്റിച്ചാൽ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്നാമതായി, ചരിത്രത്തിൻ്റെ ശരിയായ പക്ഷത്ത് നിൽക്കുക, യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുക. രണ്ടാമതായി, ചൈന നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്താൽ
അത് യുദ്ധം നിർത്താൻ സഹായിക്കുമോ അതോ തീയിൽ എണ്ണയൊഴിക്കുന്ന പോലെയാകുമോ എന്ന് ആദ്യം ചിന്തിക്കണം. ഇത് വളരെ ആഴത്തിലുള്ള ഒരു ദാർശനിക ചോദ്യമാണ്. ചിലപ്പോൾ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാതെ ഇരിക്കുന്നതാവും ബുദ്ധിപരമായ തീരുമാനം. കാരണം ഈ യുദ്ധം ഒരു വലിയ പ്രാദേശിക യുദ്ധമായോ ലോകമഹായുദ്ധമായോ മാറാനുള്ള എല്ലാ ചേരുവകളും ഇതിലുണ്ട്. ഒരുപക്ഷെ ആരെങ്കിലും ആണവായുധം പോലും ഉപയോഗിച്ചേക്കാം. അതുകൊണ്ട് തീ പടർത്തുകയല്ല, അണയ്ക്കുകയാണ് വേണ്ടത്. ഇറാനെ ധാർമ്മികമായും നിയമപരമായും പിന്തുണയ്ക്കുകയാണ് ലോകം ചെയ്യേണ്ടത്. 2026 എന്ന വർഷത്തെ ചരിത്രം നോക്കിക്കാണുക പാക്സ് അമേരിക്കാനയുടെ തകർച്ചയുടെ തുടക്കമായിട്ടായിരിക്കും. ട്രംപ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം ഈ തകർച്ചയുടെ വേഗത കൂട്ടുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ഇത് ധൃതി കൂട്ടി ചെയ്യേണ്ടതില്ല. അത് അതിൻ്റെ ഭാരം കൊണ്ട് തന്നെ തകർന്ന് വീണുകൊള്ളും. ഗാസയിലെ യുദ്ധം തുടങ്ങിയത് മുതൽ പലസ്തീൻ ജനതയ്ക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന രാജ്യം ചൈനയാണ്. ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ചൈന അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു. ഇസ്രായേലിൻ്റെ നടപടികൾ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യമാണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. പലസ്തീൻകാർക്കും ജൂതന്മാരെ പോലെ തന്നെ ജീവിക്കാൻ എല്ലാവിധ അവകാശങ്ങളുമുണ്ട്. ചൈനയുടെ 5000 വർഷത്തെ ചരിത്രം ഞങ്ങൾ പഠിപ്പിച്ചത് നീതിയുടെ കൈകൾക്ക് വലിയ നീളമുണ്ടെന്നാണ്. നിങ്ങൾ ധൃതി കാണിക്കേണ്ടതില്ല. നീതി നടപ്പിലാകുമെന്ന് വിശ്വസിക്കുക. പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നതാണ് ഒരു രാജ്യം അറബ് ലോകത്തിൻ്റെ സുഹൃത്താണോ എന്ന് അളക്കാനുള്ള ഏക വഴി. ഈ യുദ്ധം കൊണ്ട് ചൈനയ്ക്ക് ഒരു നേട്ടവുമില്ല. ഇതൊരു അധിനിവേശ യുദ്ധമാണ്. യുദ്ധം എത്രയും വേഗം അവസാനിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആഗോള വ്യാപാരത്തിൽ ചൈനീസ് യുവാനിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ യുദ്ധം മൂലമാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എണ്ണ വ്യാപാരത്തിന് ആരെങ്കിലും യുവാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നാൽ യുദ്ധമില്ലാതെ തന്നെ സമാധാനപരമായ വ്യാപാരത്തിലൂടെ ഇത് സംഭവിക്കണമെന്നാണ് ചൈന ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ ഇറാനെതിരെ ആണവായുധം ഉപയോഗിച്ചാൽ അത് ഇസ്രായേലിൻ്റെ തന്നെ അന്ത്യമായിരിക്കും. കാരണം ആണവായുധം ഉപയോഗിക്കുന്ന നിമിഷം ഇസ്രായേൽ മനുഷ്യരാശിയുടെ 1-ാം നമ്പർ ശത്രുവായി മാറും. ലോകം ഒരിക്കലും അതിനെ പിന്തുണയ്ക്കില്ല, അതിന് മാപ്പും തരില്ല. ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. കൂടാതെ ഇത് മറ്റു രാജ്യങ്ങളും ആണവായുധം നിർമ്മിക്കാനുള്ള മത്സരത്തിന് കാരണമാകും. ട്രംപ് പറഞ്ഞത് ഇസ്രായേൽ ആണവായുധം ഉപയോഗിക്കില്ല എന്നാണ്. അത് സത്യമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നെതന്യാഹുവിനെ ഇതിൽ നിന്ന് തടയേണ്ടതുണ്ട്. ചൈനയും ഇറാനും 2 പരമാധികാര രാജ്യങ്ങളാണ്. അവർ തമ്മിലുള്ള സാധാരണ വ്യാപാരത്തെ തടയാൻ ആർക്കും ഒരവകാശവുമില്ല. ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധമില്ലാത്ത കാര്യങ്ങളിൽ ചൈന ആരുടെയും ഭീഷണിക്ക് വഴങ്ങില്ല. ബെയ്ഡു ഒരു ആഗോള സംവിധാനമാണ്. GPS പോലെ ആർക്കും അത് ഉപയോഗിക്കാം. ഇറാൻ അത് അവരുടെ സ്വയം പ്രതിരോധത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചൈനയെ കുറ്റം പറയേണ്ടതില്ല. ചൈന ഇറാനെ സഹായിക്കുന്നു എന്ന് പറയുന്നത് സൈനികപരമായ സഹായം എന്ന നിലയിലല്ല, മറിച്ച് സാധാരണമായ കൈമാറ്റങ്ങൾ എന്ന നിലയിലാണ്. പാകിസ്ഥാൻ ചൈനയുടെ സഹോദര രാജ്യമാണ്. അവർ ഒരു അഭിമാനമുള്ള മുസ്ലിം രാജ്യം കൂടിയാണ്. സൗദി അറേബ്യയുമായുള്ള അവരുടെ പ്രതിരോധ കരാർ പ്രധാനമാണ്. പാകിസ്ഥാൻ അമേരിക്കയുമായി നല്ല ബന്ധം പുലർത്തുന്നതിൽ ചൈനയ്ക്ക് എതിർപ്പില്ല. അത് ചൈനയുമായുള്ള ബന്ധത്തെ ബാധിക്കാത്ത കാലത്തോളം. ഇസ്ലാമിക ലോകത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ പാകിസ്ഥാൻ എപ്പോഴും മുന്നിലുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നത് വലിയ പാഠമാണ്. ഇറാനെപ്പോലെ ഒരു രാജ്യം വിചാരിച്ചാൽ അമേരിക്കയുടെ അജയ്യമായ പ്രതിരോധത്തെ തകർക്കാൻ കഴിയുമെന്ന് ലോകം ഇതിനോടകം കണ്ടു. ഇത് ജപ്പാനെയും ദക്ഷിണ കൊറിയയും പോലുള്ള രാജ്യങ്ങളെ ചിന്തിപ്പിക്കും. യുദ്ധം ഒരു അവസാന മാർഗമായി മാത്രമേ കാണാവൂ എന്ന് ചൈന വിശ്വസിക്കുന്നു. ട്രംപ് ഈ യുദ്ധം നിർത്തി ഇറാനുമായി സമാധാനത്തിലാകണം. 5000 വർഷത്തെ ചരിത്രമുള്ള ഒരു രാജ്യത്തെ ആക്രമിക്കുക എന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ജെഫ്രി എപ്സ്റ്റീനെ പോലെയുള്ള തിന്മകളെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുകയും വേണം. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കപട മാർഗമാകരുത് ഒരു യുദ്ധവും. അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാൻ പ്രസിഡന്റ് ട്രംപ് ശരിയായ പാതയിലൂടെ നീങ്ങണമെന്നും ആ ശരിയായ പാത എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുക്കണമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു. നന്ദി, നമസ്കാരം.